അവൾക്ക് പോലും ഓർമ്മയില്ലാതെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ അപരിചിതനായ ഒരാളുമായി അടുത്തിടപെടുന്ന അവൾ പിന്നീട് ഒരു സിംഗിൾ മദറായി ലൈഫ് അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയായിരുന്നു. ആക്ച്വലി ആരാണ് അച്ഛനെന്ന് പോലും അറിയില്ലെങ്കിലും തന്റെ വയറ്റിലുണ്ടായ ആ ഒരു കുഞ്ഞിനെ നശിപ്പിക്കാതെ നന്നായി വളർത്തുക എന്നത് അവളുടെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വവും കടമയും ഒക്കെയായി കണ്ടവൾ അതങ്ങനെ മുന്നോട്ട് ലൈഫിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും വളരെ ഉത്തരവാദിത്വത്തോടുകൂടി മനോഹരമായി ചെയ്ത് മുന്നോട്ട് പോകുന്ന ആ ഒരു സമയത്താണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ അപരിചിതൻ അവളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ആരാണവർ, ശേഷം എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമായി പറഞ്ഞ ഹസ്ബൻഡ് ഓവർനൈറ്റ് എന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തായ് ഡ്രാമയാണ് നമ്മൾ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. അതിന് മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ചോണിനെ കാണിച്ചുകൊണ്ടാണ്. ചോൺ ഇപ്പോ ഒരു ബൈക്ക് റൈഡ് ബുക്ക് ചെയ്ത് ബൈക്ക് എത്താനായി വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ബൈക്കുമായി എത്തുന്ന ഒരു പയ്യനെ കണ്ടോ. അവനങ്ങനെ ചോണിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പോകുന്ന ടീം ആദ്യം അവൻ വളരെ സ്പീഡ് കുറഞ്ഞ് സേഫ് ആയിട്ട് പോകുമ്പോഴേക്കും അവൾ വേഗം പോകുന്നു പറഞ്ഞ് എന്തോ തിരക്കുള്ള കണക്ക് എരിപിരി കയറ്റുമ്പോഴേക്കും ആ പയ്യൻ നല്ല സ്പീഡിൽ ബൈക്ക് ഓടിക്കുമ്പോഴേക്കും അവൾക്ക് പെട്ടെന്ന് പേടിയാവുന്നുണ്ട്. സ്പീഡ് കുറയ്ക്കാനായി പറഞ്ഞ് അവൾ ഇടയ്ക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇറങ്ങേണ്ട സ്ഥലത്ത് നിർത്തുമ്പോഴേക്കും എത്രയും സ്പീഡിൽ പോയതിന് അവനോട് ദേഷ്യപ്പെടുമ്പോൾ നിങ്ങളല്ലേ സ്പീഡ് വേണമെന്ന് പറഞ്ഞെന്ന് അവൻ ചോദിക്കുമ്പോഴേക്കും അവളാകട്ടെ പെട്ടെന്ന് അവിടുന്ന് ഹെൽമെറ്റ് ഊരി വെച്ച് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും സ്ലിപ്പ് ആവുന്നുണ്ട്. വീഴാതെ അവൻ പിടിക്കുന്നുണ്ട്. ഈ ടീം രണ്ടുപേരും ഒന്ന് കണ്ടും നോക്കുന്നുണ്ടെങ്കിലും അവളാകട്ടെ ഇപ്പോ ബൈക്ക് റൈഡ് എടുത്തതിന്റെ ആ ഒരു പേയ്മെന്റ് പോലും ചെയ്യാതെ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നു. അവൾ അങ്ങനെ പോകുമ്പോഴേക്കും അവൾ ഇഷ്ടം പോലെ പേർക്ക് കാശ് തിരിച്ചു കൊടുക്കാനുണ്ട്. കടം മേടിച്ചിട്ട് അങ്ങനെ കാശ് കൊടുക്കാനുള്ള ഒരാൾ ഇപ്പോ ചോണിനെ കാണുകയും അവളോട് ആ കാശിന്റെ കാര്യം പറഞ്ഞ് ഭയങ്കരമായി ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അവളാകട്ടെ ഓരോ എക്സ്ക്യൂസുകൾ പറയുന്നുണ്ടെങ്കിലും അയാളാകട്ടെ ബലമായി അവളുടെ ബാഗ് പിടിച്ചു വാങ്ങി അത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരു കാശില്ലാന്നും കാണുന്ന അയാൾ അവളോട് മോശമായി സംസാരിച്ചു തുടങ്ങുന്നുണ്ട്. അയാളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുത്താല് കാശ് വേണ്ട എന്ന രീതിക്കൊക്കെ അയാൾ സംസാരിക്കുമ്പോൾ അവൾ അവിടെ നിന്ന് പോകാനായി ശ്രമിക്കുമ്പോൾ വിടാതെ അയാൾ അവൾ ഉപദ്രവിക്കാനായി നോക്കുന്നു. അപ്പോഴേക്കും മുന്നേ ചോൺ കാശ് കൊടുക്കാതെ പറ്റിച്ച ആ ഒരു ബൈക്ക് പയ്യൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവൻ ആ പലിശക്കാരനുമായി അവിടെ ചോണിനെ രക്ഷപ്പെടുത്താനായി ചെറിയൊരു ഫൈറ്റ് നടക്കുന്നു. ഈ ടീം ഹെൽമെറ്റ് ഒക്കെ മാറി അവന്റെ മുഖം നല്ല വ്യക്തമായി കാണുന്ന ചോൺ അവനെ തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം നോക്കുന്നുണ്ടായിരുന്നു. അവനാകട്ടെ മുന്നേ അവൾ കാശ് കൊടുക്കാതെ പറ്റിച്ചത് കൊണ്ടാണ് പുറകെ വന്നത്. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു അപകടാവസ്ഥയിൽ കണ്ടിപ്പോ ഹെൽപ്പ് ചെയ്യാനായി അവന് സാധിക്കുന്നത്. എന്തായാലും അവൻ എത്തിയത് കൊണ്ട് അവൾ ആ പലിശക്കാരന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. അപ്പോഴേക്കും മറ്റൊരിടത്ത് സ്കൂൾ കഴിഞ്ഞെത്തുന്ന ഒരു കൊച്ചു പയ്യനെ ഒരാൾ ഉപദ്രവിക്കാനായി നോക്കുമ്പോൾ അത് കണ്ടുകൊണ്ടെത്തുന്ന ഒരാൾ രക്ഷപ്പെടുത്തുന്നത് നമുക്ക് കാണാം. അപ്പോഴേക്കും ആ പയ്യന്റെ മുത്തശ്ശനെത്തി ഇത് എന്റെ പേരക്കുട്ടിയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോഴേക്കും കൊച്ചിനെ ശ്രദ്ധിക്കണ്ടേ, ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാ വല്ല അപകടവും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് ചോൻ എത്തുമ്പോഴേക്കും മുന്നേ നമ്മൾ കണ്ട ആ ഒരു പയ്യൻ ചോനിന്റെ മകനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടെയുള്ളത് ചോനിന്റെ അച്ഛനാണ്. ചോനിനാണെങ്കിൽ നല്ല കടങ്ങളുണ്ട്. അവൾ ഈ കടം കൂടുതലും വരുത്തി വെച്ചത് അനീതിയുടെ പഠന സംബന്ധമായ ചിലവുകൾക്ക് വേണ്ടിയാണ്. അച്ഛനിപ്പോ ഈ കടക്കാര് ഇവരുടെ വീട്ടിൽ കയറി ഇങ്ങനെ ആക്രമണം നടത്തുന്നതിനെ പറ്റി ചോനിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ടെൻഷനിൽ എന്തൊക്കെ എങ്ങനെ നമ്മൾ സോൾവ് ചെയ്യുന്നൊക്കെ പറഞ്ഞ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചോനിന്റെ സഹോദരി മെയ് എത്തുന്നുണ്ട്. മെയ്യെ കണ്ടപാടെ അച്ഛൻ നീ ചേച്ചിയുടെ അവസ്ഥ കുറച്ചൊക്കെ മനസ്സിലാക്കണ്ടേ, ഇങ്ങനെ നിനക്ക് വേണ്ടി കടം വാങ്ങിച്ച് അവളുടെ ലൈഫ് ആകെ പ്രശ്നത്തിലാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മെയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്റെ പഠനത്തിന് വേണ്ടി അച്ഛൻ ചേർത്ത് വെച്ചിരുന്ന കാശെല്ലാം ചേച്ചിയുടെ പ്രഗ്നൻസിന്നും ഡെലിവറിന്നും പറഞ്ഞ് ചെലവാക്കിയില്ലേ, അപ്പൊ പിന്നെ ചേച്ചിക്ക എന്റെ പഠനത്തിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ളത്. കടം മേടിച്ചോ എന്ത് ചെയ്തോ കാശ് കൊണ്ടെന്ന് എനിക്ക് എന്റെ കാര്യങ്ങൾ നടത്തി തന്നേ പറ്റൂന്നെല്ലാം വളരെ പുച്ഛത്തിലായിരുന്നു ചോനിനെ പറ്റി മെയ് അവിടെ സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ അച്ഛനൊന്നും ില്ല എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ ഫാമിലിയിൽ ഉണ്ടെന്ന് വ്യക്തമാണ്. എന്തായാലും അപ്പോഴേക്കും ഒരാൾ ഉപദ്രവിക്കാനായി വന്ന് പേടിച്ചിട്ടുണ്ടായിരുന്ന മകനെ ചോൻ ആശ്വസിപ്പിക്കുകയാണ്. ചോൻ കാശ് തിരിച്ചു കൊടുക്കാനുള്ള കടക്കാർ തന്നെയാണ് കാശിന് വേണ്ടി ഇപ്പൊ കൊച്ചിനെ തട്ടിക്കൊണ്ട് വന്ന് നോക്കിയതെന്ന് അവൾക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. അവളാകട്ടെ കുഞ്ഞിനോട് ഇനി അങ്ങനെയൊന്നും സംഭവിക്കില്ല, അമ്മ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് സെറ്റിൽ ചെയ്യും, പേടിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ചോൻ ആക്ച്വലി മാരേജ് കഴിഞ്ഞ് ഉണ്ടായ കുഞ്ഞല്ല, മുന്നേ നമ്മൾ കണ്ട ആ കുഞ്ഞുമോൻ. ഒരു ദിവസം വളരെ അബദ്ധത്തിൽ ചോനൊരു 1 night സ്റ്റാൻഡിൽ ഉണ്ടായ ഒരു കുഞ്ഞായിരുന്നു അത്. ആരാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന് പോലും അവൾക്ക് അറിയില്ല. എന്തായാലും ആ കുഞ്ഞിനെ കളയാൻ സാധിക്കാതെ അവൾ പിന്നീട് വളർത്തുകയായിരുന്നു. മകൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലായി എന്നറിഞ്ഞ് അവളുടെ അച്ഛൻ അവളെ കുറ്റപ്പെടുത്താനോ അകറ്റാനോ നിൽക്കാതെ ചേർത്ത് പിടിച്ച് അവളുടെ ആ ഒരു പ്രശ്നത്തിലുടനീളം സപ്പോർട്ടായി കൂടെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് അവളും കുഞ്ഞും ജീവനോടെ ഉള്ളതെന്നും പറയാം. എന്തായാലും അന്ന് ആ ഒരു ഡെലിവറിക്കും പ്രഗ്നൻസി ടൈമിലും ഒക്കെ വന്ന ചെലവുകൾക്കായിട്ടാണ് മുന്നേ അനീതി പറഞ്ഞ അവളുടെ പഠനത്തിന് വേണ്ടി ചേർത്ത് വെച്ചിരുന്ന കാശൊക്കെ ചെലവാക്കിയത്. അതിന്റെ കലിപ്പ് അനീതിയായ മെയ്ക്ക് നല്ല വണ്ണമുണ്ട്. അവൾ അതുകൊണ്ട് തനിക്ക് വേണ്ടി ഇപ്പൊ ഇവർ കാശുണ്ടാക്കി കഷ്ടപ്പെടുന്നു എന്ന രീതിക്കൊന്നും യാതൊരു സിമ്പതിയും ഇവരോടൊന്നും കാണിക്കുന്നില്ല. എന്തായാലും ഇങ്ങനെയാണ് നമ്മുടെ കഥാനായികയായ ചോനിന്റെ ലൈഫ് പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ കഥാനായകനായ കാസയാണ് നമ്മൾ കാണുന്നത്. കാസ മറ്റാരും അല്ല, മുന്നേ ചോൻ കാശ് കൊടുക്കാതെ പറ്റിച്ച ആ ബൈക്ക് റൈഡർ തന്നെയാണ്. കാസ ആക്ച്വലി വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള പയ്യനാണ്. ഈ അച്ഛന് ആക്ച്വലി 2 വൈഫാണ് ഉള്ളത്. അതിൽ സെക്കൻഡ് വൈഫിലുണ്ടായ മകനാണ് കാസ. ഫസ്റ്റ് വൈഫില് 2 മക്കളാണുള്ളത്. അതിലെ ഇളയ ആളാണ് മുന്നേ ചോനിന്റെ മകനെ ഉപദ്രവിക്കാൻ നോക്കിയ ആളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആ കാറിലെ യാത്രക്കാരനായ
ചായുത്ത്. ആക്ച്വലി ഈ വീട്ടിലേക്ക് വരുന്നതേ കാസയ്ക്ക് തീരെ ഇഷ്ടമല്ല. കാരണം അച്ഛന്റെ ഫസ്റ്റ് വൈഫുമായുള്ള റിലേഷൻ, ആ മാരേജ് ലൈഫ് ഒക്കെ മുന്നോട്ട് പോകുന്നതിന്റെ ഇടയിൽ തന്നെയാണ് കാസയുടെ അമ്മയുമായി കാസയുടെ അച്ഛന് റിലേഷൻ ഉണ്ടാവുന്നതും അങ്ങനെ കാസ ജനിക്കുന്നതും ഒക്കെ. അപ്പൊ അതായത് അവർ ലീഗൽ വൈഫ് അല്ല. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ആദ്യ ഭാര്യയിൽ നിന്ന് കാസയ്ക്ക് എപ്പോഴും അപമാനമൊക്കെയാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരുള്ള ഈ വീട്ടിലേക്ക് അവൻ അങ്ങനെ എപ്പോഴും വരാറേയില്ല. അവൻ വളർന്ന് വലിയൊരു പയ്യനായിട്ട് പോലും ഇപ്പോഴും അവർ വല്ലാത്ത രീതിക്കാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. ഈവൻ അവന്റെ സ്റ്റെപ്പ് ബ്രദേഴ്സ് പോലും അവനോട് വളരെ മോശമായിട്ട് തന്നെയാണ് പെരുമാറുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ കാസ ഈ ഒരു ഫാമിലിയുമായിട്ട് അത്ര നല്ല റിലേഷനിലല്ല. പക്ഷേ കാസയുടെ അച്ഛന് അവന് വലിയ കാര്യമാണ്. എപ്പോഴും അവനോട് വീട്ടിലേക്ക് വരണമെന്നും ഇവരുടെ കുറെ കമ്പനി ഉണ്ടല്ലോ അതിൽ എന്തെങ്കിലുമൊക്കെ നോക്കി നടത്തി കമ്പനി അവൻ മുന്നോട്ട് കൊണ്ടുപോയി ഫാമിലിയുടെ ഒരു ഭാഗമായി തന്നെ അവൻ നിൽക്കണമെന്നും അച്ഛൻ എപ്പോഴും അവനോട് ആവശ്യപ്പെടാറുണ്ടെങ്കിലും അവൻ അതിനൊന്നും തയ്യാറാവാതെ സ്വന്തമായ രീതിക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പയ്യനാണ്. എന്തായാലും ഇത്തവണ അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന കാസയായിട്ട് അവിടെ അവന്റെ സ്റ്റെപ്പ് ബ്രദറുമായി അച്ഛൻ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് കാണുന്നത്. മറ്റൊന്നുമല്ല, അവന്റെ ഒരു സ്റ്റെപ്പ് ബ്രദർ നോക്കി നടത്തിയിരുന്ന കമ്പനി ഭയങ്കര നഷ്ടത്തിൽ ഇപ്പോ മുന്നോട്ട് പോവുകയാണ്. ആ കാര്യം പറഞ്ഞ് അച്ഛൻ ഇപ്പൊ അവനോട് ഷൗട്ട് ചെയ്യുമ്പോൾ അത് കേൾക്കുന്ന കാസ ആ ഒരു കമ്പനി താൻ ഏറ്റെടുത്ത് മുന്നോട്ട് ലാഭത്തിൽ കൊണ്ടുപോയാൽ ഇനി തന്നെ ബിസിനസ്സിലേക്ക് വരാനായി വിളിക്കുന്ന അച്ഛനോട് തന്റെ കടമ താൻ ചെയ്തു തീർത്തു, ഇനി തന്നെ തന്റെ ഇഷ്ടത്തിന് വിടണോ എന്ന രീതിക്ക് ഒരാവശ്യം അറിയിക്കാമല്ലോ എന്ന കണക്ക് അവൻ അച്ഛനോട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ബിസിനസ് ഏറ്റെടുത്ത് ലാഭത്തിൽ കൊണ്ടുപോകാൻ തയ്യാറാണ്. പക്ഷെ അതങ്ങനെ എനിക്ക് പ്രോപ്പർ ആയ ഒരു ചാനലിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ എനിക്ക് വേണ്ടി ചെയ്യണമെന്ന്. അത് കേൾക്കുന്ന അച്ഛൻ, ബിസിനസ്സിലേക്ക് ഇത്രയും നാളെ ഞാൻ വിളിച്ചിട്ടും വരാത്ത നീ ഇപ്പോ വരുന്നത് തന്നെ എനിക്ക് അത്ഭുതമാണ്. പക്ഷെ അതും ഇത്രയും വലിയൊരു നഷ്ടത്തിൽ പോകുന്ന കമ്പനി എങ്ങനെ നിനക്ക് ഏറ്റെടുത്ത് നന്നായി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ ചെയ്തോളാം, അച്ഛൻ എന്നെ വിശ്വസിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി അനുവദിക്കണമെന്ന് അവൻ പറയുമ്പോൾ അച്ഛൻ അതിന് തയ്യാറാവുന്നു. അങ്ങനെ ആ ഒരു കമ്പനി ഏറ്റെടുത്ത് അവിടേക്ക് കാസ എത്തുകയാണ്. അവൻ അവിടെ ചാർജ് എടുത്ത് എത്തുന്ന ആ ഒരു ടീം, അവിടെയുള്ള എംപ്ലോയീസിനെ കാണുമല്ലോ, ആ ടീം അവനെ അവിടെ കണ്ട് ഒരു എംപ്ലോയി ആകെ ഷോക്കാവുന്നു. അത് മറ്റാരും അല്ല, ചോനാണ്. കാരണം അവൾ ആ ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം താൻ ബൈക്ക് റൈഡ് എടുത്തിട്ട് കാശ് കൊടുക്കാതെ പറ്റിച്ച് എന്നിട്ട് വീണ്ടും തന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് അപ്പോഴും അവിടെ നിന്ന് കാശ് കൊടുക്കാതെ താൻ നൈസായി സ്കൂട്ടായി വന്ന ആ പയ്യനല്ലേ ഇത്, അയാൾ ഈ കമ്പനിയുടെ സിഇഒ എന്ന് അവൾ ആകെ ഞെട്ടി നിൽക്കാണ്. ആക്ച്വലി അവൾക്ക് ആരെയും പറ്റിക്കണം എന്ന ഒരു ഉദ്ദേശത്തിൽ അവൾ അങ്ങനെ ചെയ്യുന്നതല്ല. പക്ഷെ കൊടുക്കാൻ 10 പൈസ കയ്യിലില്ല. എന്നാൽ അത്യാവശ്യമായിട്ട് അപ്പൊ ആ ഒരു ബൈക്ക് റൈഡ് എടുത്തേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ടാണ് അവൾക്ക് അത് ചെയ്യേണ്ടി വന്നത്. എന്തായാലും ഇപ്പൊ ഇവിടെ വെച്ച് കാസയെ കാണുന്ന അവൾ മുഖമൊക്കെ മറിച്ച് തന്നെ കാണരുതെന്ന രീതിക്ക് നിൽക്കുന്നുണ്ടെങ്കിലും കാസ കറക്റ്റായി തന്നെ ചോനിനെ കാണുന്നുണ്ട്. അവളെ അവന് മനസ്സിലാവുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് ഒരു കോൺവെർസേഷൻ അവൻ നിൽക്കുന്നില്ല. അതവന്റെ പേഴ്സണൽ ഇഷ്യൂ ആണല്ലോ. പേഴ്സണൽ കാര്യങ്ങൾ വേറെ, പ്രൊഫഷണൽ കാര്യങ്ങൾ വേറെ. അങ്ങനെ കാസയാകട്ടെ എംപ്ലോയീസുമായി ഒരു മീറ്റിംഗ് വെക്കുന്നു. കാസയ്ക്ക് അവിടെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ സെലക്ട് ചെയ്യാനേ ഒരു സ്റ്റാഫ് വോളണ്ടിയർ ആയി എത്തുന്നുണ്ടെങ്കിലും ആ പെൺകുട്ടിയെ സെലക്ട് ചെയ്യാതെ നമ്മുടെ ചോനിനെയാണ് കാസ തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയി അവിടെ സെലക്ട് ചെയ്യുന്നത്. ചോനാണെങ്കിൽ ഈ ഒരു മീറ്റിംഗ് ഇരിക്കാനായി തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഇരിക്കായിരുന്നു. പെട്ടെന്ന് പുതിയ സിഇഒ തന്നെ ആളുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയി അവളുടെ പേര് പറയുമ്പോൾ അവൾ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുന്നുണ്ട്. അവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല കാസയുമായിട്ട് മുന്നേ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആവാനായി. പക്ഷെ അവൾക്ക് വേറെ വഴിയില്ല. കാരണം ഇവിടെ ജോലി ചെയ്യുന്നെങ്കിൽ ഓർഡറുകൾ പാലിച്ചല്ലേ പറ്റൂ. അങ്ങനെ കാസയുടെ PA ആയ ചോനിന് കാസ ഒരു ക്ലയന്റ് മീറ്റിംഗിന് പോകുമ്പോൾ കൂടെ പോകേണ്ടി വരുന്നുണ്ട്. കാസ ഇപ്പൊ കാണാൻ പോകുന്ന ക്ലയന്റ് അവിടുത്തെ വലിയൊരു സെലിബ്രിറ്റി ആയ കച്ച എന്നൊരു പയ്യനാണ്. അവിടേക്ക് എത്തുമ്പോൾ തന്നെ കച്ചയെ കാണാനായിട്ട് അവിടെ കുറെ ഫാൻസ് ഒക്കെ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. കച്ചയെ കാണുമ്പോൾ തന്നെ കച്ചയുടെ തന്നെ ഒരു ഫാനായിട്ടുള്ള ചോൻ ഇങ്ങനെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റിയെ ഇത്രയും അടുത്ത് ആദ്യമായിട്ട് കാണുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കാണ്. അതിന്റെ ഇടയിൽ അവിടെ വന്നിരിക്കുന്ന ഫാൻസിന്റെ ഇടയിൽ ഒരു പെൺകുട്ടിയുടെ ചിത്രം ഒരാൾ കുറച്ച് മോശമായ രീതിയിൽ ആംഗിളിൽ ക്യാമറയൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാനായി നോക്കുന്നതൊക്കെ കാണുന്ന ചോൻ അതിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് അയാളാകട്ടെ അവളെ തെറ്റായ രീതിയിൽ ഫോട്ടോ എടുത്തതിനെ പറ്റി ചോദ്യം ചെയ്ത് അത് പരിശോധിക്കാനായി ക്യാമറ വാങ്ങാനൊക്കെ നോക്കുമ്പോൾ അവളെ തള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഓടുന്നു ഈ ടീം. ഇത് കണ്ട് കാസ അയാളെ പിടിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അയാൾ അവനെയും തള്ളി മാറ്റി ഓടിപ്പോവാണ്. ഇത് കണ്ട കാസയും കച്ചയും ചോനിനെ എന്ത് പറ്റിയെന്ന് നോക്കാനായി അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും കാസ, ഇത് എന്റെ സ്റ്റാഫാ, ഞാൻ കാര്യങ്ങൾ നോക്കിക്കോളാം, നീ ഇതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ടെന്ന് കച്ചയോട് പറയുന്നുണ്ട്. അതായത് ഇവർ ജസ്റ്റ് ഒരു ഫോർമൽ പരിചയം മാത്രമുള്ളവരല്ല. കാസയും കച്ചയും നല്ല സുഹൃത്തുക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ചോൻ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തുന്ന കാസ ശരി അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ് കച്ചയോട് സംസാരിക്കാനായി വന്ന കാര്യങ്ങൾ തനിയെ പോയി സംസാരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചായുത്ത് എത്തുന്നുണ്ട്. ചായുത്തും കാസയും കച്ചയോട് കമ്പനിപരമായ കാര്യങ്ങൾ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ചോൻ എത്തുന്നത്. ചോൻ ദൂരെ നിന്ന് ഇവർ സംസാരിക്കുന്നത് കാണുമ്പോഴേക്കും ചായുത്തിനെ അവൾ തിരിച്ചറിയുന്നുണ്ട്. അവൾ അവനെ കണ്ട് ആകെ വെപ്രാളത്തിൽ ഇളന്തെവിടെ, ഇളെന്നെ കാണാൻ പാടില്ല എന്നൊക്കെ ചിന്തിച്ച് വളരെ വെപ്രാളത്തിൽ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. ഒരിക്കലും അയാൾ തന്നെ കാണരുത് എന്നാണ് അവൾ അപ്പോഴും മനസ്സിലോർക്കുന്നത്. കാരണം ചായുത്ത് മറ്റാരുമല്ല, ചോനിന്റെ കുഞ്ഞിന്റെ അച്ഛനെന്ന് അവൾ കരുതുന്ന അവളുടെ കൂടെ 1 night സ്റ്റാൻഡിൽ അന്ന് ഉണ്ടായിരുന്ന, അവൾ പോലും അറിയാതെ അവൾ അടുത്ത് ഇടപഴകി പോയ ആ ഒരു അപരിചിതനാണ്. അയാളെ അന്ന് കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് അവൾ കാണുന്നത്. ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ അന്ന് തന്റെ കൂടെ ഉണ്ടായിരുന്ന ആ മുഖമാണിതെന്ന് തിരിച്ചറിയുന്നവൾ വളരെ വെപ്രാളത്തിൽ അയാൾ തന്നെ കാണാതിരിക്കാനായി അവിടെ നിന്ന് മാറുന്നു. അയാൾ അവളവിടെ മാറി നിൽക്കുമ്പോഴേക്കും അവളെ ഇരുത്തിയിരുന്ന ആ ഒരു മീറ്റിംഗ് റൂമിന്റെ അവിടേക്ക് കാസയും കച്ചയും ചായുത്തും എത്തുന്നുണ്ട്. അവിടെ ചോനെ കാണാതെ ഇവളിത് എവിടെ പോയിന്നെല്ലാം കാസ അവിടെ തപ്പുമ്പോ എന്ത് പറ്റിയെന്ന് ചായുത്ത് തിരക്കുമ്പോ, അല്ല എന്റെ PA
സിയെ ഇവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു, കാണുന്നില്ല എന്ന് കാസ പറയുന്ന ടീം വിളിച്ചു നോക്ക്, അങ്ങോട്ടെങ്ങനെ മാറിപ്പോയതായിരിക്കും എന്ന് ചായത്ത് പറയുമ്പോൾ വേഗം തന്നെ കാസ ചോനെ ഫോൺ ചെയ്ത് നോക്കുന്നുണ്ട്. അവളാകട്ടെ ഞാനൊരു എമർജൻസി ആയപ്പോ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി, സാർ തിരിച്ച് ഒറ്റയ്ക്ക് പറഞ്ഞ പ്ലീസ്, എനിക്ക് ഒരു എമർജൻസി ആണെന്ന് പറഞ്ഞ് തിരിച്ച് അങ്ങോട്ടേക്ക് ചെല്ലാതെ വേഗം അവിടെ നിന്ന് പോവാണ്. അവളങ്ങനെ വെപ്രാളത്തിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു വാഹനം സ്പീഡിൽ വരുന്നുണ്ട്. ചോനെ ഇടിച്ചില്ല എന്ന രീതിക്ക് അത് ബ്രേക്ക് ചവിട്ടുകയും ചെയ്യുന്നു. അതിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി ചോനോട് നിങ്ങൾ ഓക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്നൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. അവളുടെ പേര് റിൻ എന്നാണ്. ചോനാകട്ടെ പെട്ടെന്ന് പേടിച്ച് തറയിലേക്ക് വീണിട്ടുണ്ടായിരുന്നു. എഴുന്നേൽക്കുന്നവൾക്ക് കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് അവൾ പോകാൻ ഒരുങ്ങുമ്പോൾ അല്ല നിങ്ങളുടെ കാലിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നില്ല റിൻ ചോദിക്കുന്നുണ്ടെങ്കിലും വേണ്ട ഒരു കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞ് ചോൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. റിന്നാകട്ടെ ഇവളെന്ത് ഇങ്ങനെ പോകുന്നതെന്ന് മറ്റില് ചോനെ അറിയില്ലെങ്കിലും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് ആ ഒരു വെപ്രാളത്തിൽ പോകുന്നത് കണ്ട് അന്ന് വിട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് നടന്ന കണക്കത്തെ സൗണ്ട് കേട്ട് കാസയും ചായത്തൊക്കെ അങ്ങോട്ടേക്ക് വരുന്നു. മുന്നേ കാസ ചോനെ വിളിച്ച് എവിടെയാണെന്ന് തിരക്കുമ്പോൾ ആ കോള് കട്ടാവുന്നതിന് മുന്നെയാണ് അവളുടെ ഈ ഒരു വണ്ടിയുടെ മുന്നിൽ പെട്ടതും ആ സൗണ്ട് അവർ അങ്ങനെ കേട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. നോക്കുമ്പോൾ ചോന അവിടെ ഇല്ല, അവിടെ നിൽക്കുന്ന റിന്നിനെ ഇവർ കാണുന്നു. ചായുത്ത് അപ്പൊ തന്നെ റിന്നിനോട് എന്താ നീ ഇവിടെ, എന്ത് പറ്റി, മുഖമല്ലാണ്ടിരിക്കുന്നല്ലോ എന്നൊക്കെ തിരക്കുന്നുണ്ടായിരുന്നു. ചായുത്തിന്റെയും റിന്നിന്റെയും വിവാഹം ഉറപ്പിച്ചിട്ടുള്ളതാണ്. അധികം വൈകാതെ അവർ വിവാഹിതരുമാകും. ഞാൻ കാഷ്വൽ ആയിട്ട് വന്നതാണ് നിങ്ങളുടെ ഉള്ളത് അറിഞ്ഞ് കാണാനായിട്ട്, പക്ഷെ വരുന്ന വഴി ഒരു ലേഡി ഇടിക്കേണ്ടതായിരുന്നു. ആ പെണ്ണാണെങ്കിൽ ഭയങ്കര വെപ്രാളത്തില് ഒന്നും മിണ്ടാതെ പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ അത് ആലോചിച്ച് നിൽക്കായിരുന്നു എന്നല്ല റിൻ പറയുമ്പോൾ ആരായിരിക്കും ആ പെണ്ണ്, ചോൻ തന്നെ ആയിരിക്കുമെന്നല്ല ഇത് കേട്ട് കാസ ചിന്തിക്കുന്നുണ്ട്. കാസ വേഗം തന്നെ ചോനെ വിളിച്ച് നീ എവിടെയാണെന്നൊക്കെ തിരക്കുന്നുണ്ട്. ആക്ച്വലി അവൾ അങ്ങോട്ട് കാലിന് ചെറുതായിട്ടപ്പോ പരിക്കേറ്റുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകാൻ പറ്റാതെ അവിടെ തന്നെ ഇവർ കാണാതെ ഒരിടത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. എന്തായാലും കാസ ഇപ്പൊ വിളിച്ച് എവിടെയാണെന്ന് ചോനോട് തിരക്കുമ്പോൾ അവൾ അവിടെ അടുത്തുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് കള്ളം പറയാണ് ഞാനിപ്പോ വണ്ടിയിൽ തിരിച്ച് പൊക്കൊണ്ടിരിക്കുകയാണെന്ന്. അവൾ എന്തുകൊണ്ടാണ് ചായുത്തിനെ കാണുമ്പോൾ ഇത്രയേറെ ഭയപ്പെടുന്നത് എന്നറിയില്ല. എന്തായാലും അവൾ വളരെയേറെ ഭയപ്പെടുന്ന ചായുത്തിന്റെ സ്റ്റെപ്പ് ബ്രദർ ആണ് നമ്മുടെ കഥാനായകനായ കാസ. എന്തായാലും ഇതേ ടീം റിന്നാകട്ടെ അവരോട് സംസാരിക്കുമ്പോൾ അവളുടെ കഴുത്തിലുള്ള ഒരു ചെയിനിൽ ഇങ്ങനെ കൈ പിടിച്ച് ആ ചെയിനും അറ്റൻഷൻ കിട്ടണം എന്ന രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് കാണുന്ന കാസ ഒന്ന് അപ്സെറ്റ് ആവുന്നത് നമുക്ക് കാണാം. പക്ഷെ ഇത് കാണുന്ന ചായുത്തിന് കുറച്ച് ദേഷ്യം വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. ആക്ച്വലി ഇവരൊക്കെ കുട്ടിക്കാലം മുതലേ പരിചയമുള്ളവരാണ്. അന്ന് കാസയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു ഈ റിൻ. അന്ന് പ്രപ്പോസ് ചെയ്യുന്ന ടീം അവൻ അവൾക്ക് സമ്മാനിച്ച ചെയിനാണ് ഇപ്പോഴും റിന്നിന്റെ കഴുത്തിലുള്ളത്. പക്ഷെ ഇപ്പോ റിൻ കാസയുടെ ഗേൾ ഫ്രണ്ട് അല്ല, മറിച്ച് കാസയുടെ സ്റ്റെപ്പ് ബ്രദറായ ചായുത്തിന്റെ ഫിയാൻസിയാണ്. എങ്ങനെ അവന്റെ ഗേൾ ഫ്രണ്ട് അവന്റെ സ്റ്റെപ്പ് ബ്രദറിന്റെ ഫിയാൻസിയായി എന്നതൊക്കെ ഇനി കഥ മുന്നോട്ട് പോവുകയും നമുക്ക് മനസ്സിലാവും. എന്തായാലും ചായുത്താകട്ടെ വേഗം റിന്നിനെ മാറ്റി നിർത്തി നീ എന്തിനാ ഇപ്പൊ ഈ ചെയിൻ ഇട്ടോണ്ട് നടക്കുന്നത്, ഇത് പണ്ട് അവൻ നിനക്ക് തന്ന ചെയിൻ അല്ലേ എന്നെല്ലാം ഭയങ്കര ദേഷ്യത്തില് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അത് കേൾക്കുന്ന റിൻ അതെ ഇതെനിക്ക് പണ്ട് കാസ ഗിഫ്റ്റ് ചെയ്ത ചെയിൻ തന്നെയാ, അത് ഞാൻ ഇന്ന് മനഃപൂർവ്വം തന്നെ ഇട്ടുകൊണ്ട് വന്നതാ. നമ്മൾ തമ്മിൽ കല്യാണം കഴിക്കാനിരിക്കുന്നവരാ, പക്ഷെ ആ ഒരു ചിന്തയൊന്നും ഇല്ലാതെ നീ പല പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, പലരുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നതും ഞാൻ അറിയുന്നുണ്ട്. അങ്ങനൊക്കെ നിനക്ക് ചെയ്യാം, എനിക്കെന്താ എന്റെ പഴയ ബോയ് ഫ്രണ്ട് തന്ന ഈ ചെയിൻ മാത്രം ഒന്നും ഇടാൻ പറ്റില്ലെന്നല്ല റിൻ ദേഷ്യപ്പെടുമ്പോൾ അത് പിന്നെ അവരൊക്കെ എന്റെ പുറകെ നടക്കുമ്പോൾ അവരെ അപ്സെറ്റ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്നതല്ലേ, അല്ലാതെ എന്റെ ഉള്ളിൽ നിന്നോടല്ല ഇഷ്ടമുള്ളൂ, എനിക്ക് വേറെ ആരോടും ഒരു താല്പര്യം ഇല്ലാന്നല്ല ചായുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആദ്യം ആ ഒരു ദേഷ്യത്തിലുള്ള സംസാരമൊക്കെ മാറി ഇപ്പൊ അവർ രണ്ടുപേരും ഒന്ന് റൊമാൻറ്റിക് ആവുന്നുണ്ട്. ഇത് മാറി നിന്ന് കാസയും കച്ചയും കാണുന്നുണ്ടായിരുന്നു. എന്തായാലും നിന്റെ ബ്രദർ ആളുകൊള്ളാം, നിന്റെ ഗേൾ ഫ്രണ്ടിനെ തന്നെ അവൻ തട്ടിയെടുത്തല്ലോ എന്ന് പറഞ്ഞു കാസയോട് കച്ച പറയുകയും ചെയ്യുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ കാസയുടെ മുഖത്തൊരു നിസ്സഹായാവസ്ഥയാണ് ഉള്ളത്. അങ്ങനെ അന്ന് തിരിച്ചു വീടിന്റെ അവിടേക്ക് കാസ എത്തുമ്പോഴേക്കും അവിടെ അവന്റെ എൽഡർ സ്റ്റെപ്പ് ബ്രദർ കോൺ നിൽപ്പുണ്ടായിരുന്നു. കോണാകട്ടെ കാസയെ കണ്ടപാടെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാനേ തുടങ്ങുന്നു. ഓൾറെഡി കോണിന് കാസ ഇഷ്ടമല്ല, കോണിപ്പോ നന്നായിട്ട് ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരിക്കുകയാണ്, കൂടാതെ കോണിന്റെ കമ്പനിയാണ് നഷ്ടത്തിലായെന്ന് പറഞ്ഞ് കാസ ഇപ്പോ അച്ഛന്റെ അനുവാദത്തോടു കൂടി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അത് ദേഷ്യത്തില് ഇല്ലീഗലായി തങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നതും പോരാ കമ്പനിയും തട്ടിയെടുക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാസയുടെ അമ്മയും കൂടി ചേർത്ത് വളരെ മോശമായി സംസാരിക്കുകയും കാസയെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അരുതി വിടുമ്പോൾ ദേഷ്യം എന്ന് കാസ ഒരടി തിരിച്ചു കൊടുക്കുമ്പോഴാണ് അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കാസയുടെ സ്റ്റെപ്പ് മദർ എത്തുന്നത്. അതായത് ചായുത്തിന്റെയും കോണിന്റെയും അമ്മ എത്തുന്നത്. അവർ ഓൾറെഡി കാസ ഇഷ്ടമല്ലാത്ത ഒരു ലേഡിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഇതും കൂടി കാണുമ്പോൾ കാസ തന്റെ മകനെ അനാവശ്യമായി അടിച്ചു എന്നും പറഞ്ഞ് അവർ കാസയെ അടിക്കുന്നുണ്ട്. ആക്ച്വലി കാസയുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ പോലും അവൻ അവരുടെ ആ ഒരു പ്രായത്തിനും സ്റ്റെപ്പ് മദർ എന്ന സ്ഥാനത്തിനും ബഹുമാനം കൊടുത്ത് അവരോട് എതിർത്തൊരു വാക്ക് പോലും പറയാതെ അവിടെ വളരെ നിസ്സഹായനായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചായുത്തിനും ചോണിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇങ്ങനെയാണ് കാസയുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്ന റിൻ ചായുത്തിന്റെ ഫിയാൻസിയായി മാറിയത്. ശേഷം എന്താണ് ഇവർക്കൊക്കെ സംഭവിച്ചത് എന്നറിയാനായി നമുക്ക് അടുത്ത എപ്പിസോഡുമായി കാണാം. എപ്പിസോഡ് മിസ്സാക്കാതെ കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.